ഇത് ഒരു രാഷ്ട്രീയ കഥയല്ല, ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെയും ഒരു കൂട്ടം മനുഷ്യരുടെ അതിജീവനത്തിൻ്റെയും കഥയാണ്. കോടികൾ വാരിയെറിയുന്ന തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു കർഷകനെയും ഒരു തയ്യൽക്കാരിയെയും ഒരു വീട്ടുജോലിക്കാരിയെയും വിജയ് ഇറക്കിവിട്ടപ്പോൾ ലോകം പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു. പക്ഷേ ഇന്ന് ആ ചിരിയും അവരുടെ ചിരി താളങ്ങളും എല്ലാം നിലച്ചു. വിജയ് കൂടെയുള്ള ഓരോ MLA-മാരെയും കണ്ടെത്തിയത് എയർ കണ്ടീഷനുള്ള റൂമുകളിൽ നിന്നായിരുന്നില്ല, പ്രസംഗിക്കാൻ അറിയുന്നവരെ നോക്കിയിട്ടായിരുന്നില്ല, സാമർഥ്യമുള്ളവരെ നോക്കിയിട്ടായിരുന്നില്ല. 5 വർഷമായി മക്കൾ ഇയക്കം ഇവരെ വെച്ചുകൊണ്ട് വിജയ് ചെയ്തത് മനുഷ്യൻ്റെ വിശപ്പറിയുന്നവനെയും മനുഷ്യരുടെ സാഹചര്യങ്ങൾ അറിയുന്നവനെയും മാത്രമായിരുന്നു വിജയ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച ഓരോരുത്തരും ആരായിരുന്നു? വിജയുടെ കൂടെ മത്സരിച്ച പോരാളികളും അവർ വീഴ്ത്തിയ വമ്പന്മാരും. അറിവഴകൻ എന്ന് പറയുന്ന ഒരു കർഷകനും അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രാഷ്ട്രീയത്തിലെ അതിദായക പ്രസിദ്ധനും. സ്വന്തം കൃഷിഭൂമി ജപ്തി ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞ കർഷകനായിരുന്നു ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ചത് ആരെയായിരുന്നല്ലേ? അതേ മണ്ഡലത്തിൽ 5 വർഷം മന്ത്രിയായി നിന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ കോടീശ്വരനെ തന്നെയായിരുന്നു. അടുത്തതായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഷെൽവി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു. അതേ ഓപ്പോസിറ്റ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ ബിസിനസ് ടൈക്കൂണായിരുന്നു. സ്വന്തം കൂലി ചോദിച്ചതിന് ജോലിയിൽ നിന്നും ഇറക്കിവിട്ട സ്ത്രീയായിരുന്നു ഷെൽവി. അതേ ഫാക്ടറി ഉടമയുടെ വലിയ സുഹൃത്തായിരുന്നു ഈ വ്യക്തി. ആ ഒരു ബിസിനസ് ടൈക്കൂണിനെയാണ് മല്ലയുദ്ധത്തിൽ ഇതേ ഷെൽവി തോൽപ്പിച്ചത്. മത്സരിച്ച മറ്റൊരാളായിരുന്നു മുരുകൻ. അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ അഴിമതിക്കാരൻ, വലിയ കോടീശ്വരൻ. മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു മുരുകൻ. അതേസമയം വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ കോടികൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെയായിരുന്നു അടുത്തതായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ കാർത്തിക്. ഈ ഡോക്ടർ AC-യിലിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി ഒഴിവാക്കി. അദ്ദേഹം മൽപിടുത്തത്തിൽ അദ്ദേഹം തളച്ചിട്ടത് വലിയ സ്വാധീന ശക്തിയുള്ള മറ്റൊരു നേതാവിനെയായിരുന്നു. അതെ, മറ്റൊരു രാഷ്ട്രീയ ചാണക്യൻ. ഇവരുടെ എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ടായിരുന്നു വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ ഈ സാധാരണ മനുഷ്യർ അതിജീവനത്തിന് മുന്നിൽ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുകയായിരുന്നു. അതെ, നീതിയും അനീതിയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. കാരണം അവരുടെ പിന്നിൽ പണമല്ല, വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വിശ്വാസവും സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇതാണ് ഇനി തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ അധ്യായം.